ആടാളിയാ ആടാ റൊണാൾഡാ എടാ പിന്നെ ഞാൻ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കും നിന്റെ പൈസ ആണോ എനിക്കൊരു 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരാം ഇവിടെ ബില്ല് അടയ്ക്കത്തകത് ഇന്നാളി മേടിച്ചത് എൻ്റെ പൊന്നളിയാ തരാം 100, 1000, 10000 വെച്ച് തരാം നീ ഇപ്പോൾ ഒരു 100 രൂപ പെട്ടെന്ന് ചെയ്യും ഇല്ലേ ആശുപത്രി അമ്മ തരത്തളിയാ റൊണാൾഡ് എടാ പിന്നെ ഞാൻ താണ്ടെ മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കടാ മരുന്ന് മേടിക്കാൻ വന്നപ്പം ബില്ലടിച്ച് കഴിഞ്ഞപ്പം ഒരു 100 രൂപ ഷോർട്ടേജും എൻ്റെ കയ്യിലുള്ള 100 രൂപ കീറിയത് അവർക്കത് പറ്റത്തില്ല നീ ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്യോ ഹലോ ഹലോ മഴയും ഹലോ എവിടാ റൊണാൾഡോങ്കിളെ ഞാൻ അവനെ ഒന്ന് പോയി വിളിച്ചിട്ട് വരാവേ ട്യൂഷനിൽ എന്താ മഴ കൊട എടുക്കണം ഇനി പിന്നെ തങ്കരയും വല്ലതും കയ്യിലിരിപ്പുണ്ടോ ആര് നെയ്ക്കിരിപ്പ് പൈസ ആ ഉണ്ട് ഒരു 500 രൂപ ഇങ്ങോട്ട് തന്നാൽ ഒരു മാസത്തിനുള്ളിൽ 500, 50,000, 5 ലക്ഷം എടുത്ത് തിരിച്ചു 500 രൂപ കണ്ട കാലം ഞാൻ മറന്നുപോയി ആ ഹോസ്റ്റലിൽ നിന്നപ്പോഴാ 100-200 രൂപ കണ്ടത് എൻ്റെ ഒന്നുമില്ല ഏതെങ്കിലും ഒരു കൂട്ടുകാരികളെ വിളിച്ചിട്ടേ ഒരു 500 രൂപ കുത്തിയിടിക്കാൻ വല്ല മാർഗമുണ്ട് ഞങ്ങളത് നടക്കണം എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ടെന്നാണോ അവന്റെ തക്കുടിന്റെ കുടുക്കകത്തോ ഇതിലുണ്ട് അതിൽ 500 ഒന്നുമല്ല അത് കൂടുതലുണ്ട് പക്ഷെ ഒരു സിപ്പപ്പിന് 5 രൂപ പോലും അവൻ തരൂല പിന്നെ 500 രൂപ തരാൻ അത് നിധി പോലെ കൊണ്ട് നടക്കുക 500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ കളറ് മാറാൻ പോവാ കോടീശ്വരം മാറാം കോടികളിട്ട് അമ്മാനമാടും ഓ അപ്പൊ ഉടായ്പ എന്താണെന്ന് തോന്നുന്നല്ലോ മറ്റേ ഓണം മെമ്പർ ഉടായ്പാണോ ആ ഓണം മെമ്പറാ ആ ലോട്ടറിയും ഉടായ്പ തന്നെ ലോട്ടറി ഉടായ്പ ഓണം മെമ്പർ പക്ക 25 കോടി അടിച്ചാൽ 25 കോടി ടാക്സ് കഴിഞ്ഞ് നമ്മുടെ കിട്ടും എല്ലാ ദിവസവും ലോട്ടറി എടുക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് കുറെ പേർക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നുണ്ടല്ലോ ഇവർക്കൊക്കെ പൈസ കിട്ടുന്ന അറിയുന്നുണ്ടോ നമ്മള് ചിലപ്പോ തിങ്ങി നിറച്ച് ഒരാൾക്ക് കിട്ടും അയാളെ കാണിക്കും പിന്നെ അയാളെ കുറിച്ച് ഓരോ വിവരവും ഇല്ല അവിടെ തന്നെ ഒരു ഉടായ്പില്ലേ പക്ഷെ ഇത് ഉടായ്പല്ല ഇത് ഞാനത് 500 രൂപ അടിച്ചു എനിക്കിപ്പോ ലോട്ടറിയുടെ രാശി ഉണ്ടെന്ന് റോസ്മേരി വിളിച്ചു മറ്റേ വാരഫലത്തിനകത്ത് നോക്കിയിട്ട് വിളിച്ചു ഇത് ചുമ്മാ ആ 500 രൂപയും കൂടെ കളയാനുള്ള ഏർപ്പാടാണ് അല്ലെങ്കിൽ ആ 500 രൂപ കയ്യിരുന്നേ 500 രൂപ കയ്യിലില്ല ഇതിന് വേണ്ടിട്ട് ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കുക എന്തിനാണ് അടിക്കാൻ പോവാണ് അയ്യോ ഫോൺ ഓഫായി പോയല്ലോ ആരിലും പൈസ അടിക്കണമെങ്കിൽ ഇനിയിപ്പൊ എങ്ങനെ പോയി വിളിക്കുവനെ റൊണാൾഡോ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങ് എത്തിയേനെ ആടാ വഴി കിടന്ന് മഴ പിന്നെ 500 രൂപ തങ്കം ഞാൻ ഇറങ്ങുവാന്ന് അച്ഛൻ എവിടെ പോവാ എവിടെ പോന്നു തങ്കച്ചേട്ടത്തി വരും പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കും നാളെയാണ് 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 നാളെ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മഹാസംഭവങ്ങൾ സംഭവിക്കാൻ പോകുന്നു 25 കോടി എടുത്ത് ലക്ഷാധിപതിയോ കോടീശ്വരനാവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം ഓണം ബമ്പർ എടുക്കാൻ ഒന്ന് സഹകരിക്കാം ലോട്ടറി കച്ചവടം തുടങ്ങിയത് ലോട്ടറി കച്ചവടമല്ല എടുക്കണമെങ്കിൽ നീ എടുക്ക് ഞങ്ങളെ നിർബന്ധിക്കണ ഇതിനാ ഇത് അങ്ങനെ സാധാരണ പോയി കടയിൽ പോയി ലോട്ടറി എടുക്കുന്നതല്ല ലോട്ടറി കൂട്ടുകച്ചവടം എടാ ആദ്യം നീ ഒറ്റയ്ക്ക് ഒരു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കല്ലേ ഒരു വണ്ടി ഇത് വർക്ക്ഷോപ്പ് അത് മര്യാദയ്ക്ക് ഒന്ന് ചെയ്യാൻ നോക്ക് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഭാഗ്യദേവത്തെ മാടി വിളിക്കൂ തിരിച്ചോടിക്കാതെ എനിക്കിപ്പോ ഒരുപാട് സൗഭാഗ്യങ്ങൾ എനിക്ക് ഒരു തങ്കമുണ്ട് തനി തങ്കം ഇവിടെ നിൽപ്പുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം വേറെ ഒന്നും കടം ചോദിക്കാനുള്ള പരിപാടിയെ കയറ്റി വെക്കുന്നുണ്ട് എന്താന്ന് പറഞ്ഞേ ഇപ്പൊ ഈ ഓണത്തിനൊക്കെ 500 രൂപയാണല്ലോ ലോട്ടറിയുടെ പ്രൈസ് എന്ന് പറയുന്നത് അപ്പൊ 5 കൂട്ടുകാർ ചേർന്ന് 100 രൂപ വെച്ചിട്ട് ഒരുമിച്ചെടുക്കും എന്നിട്ട് കിട്ടുന്ന വീതം 5 പേരും വീച്ചെടുക്കും പക്ഷെ അവരുടെ മുമ്പിൽ ഒരു ലോട്ടറി മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ ഐഡിയയിലുള്ള കൂട്ടുകച്ചവടത്തിൽ നമ്മൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് ഓരോ ലോട്ടറി അതായത് ഞാൻ 500 രൂപ ഇടുന്നു തീറ്റമച്ചമ്പി 500 ഇടുന്നു തങ്കഞ്ചേട്ടത്തി 500 ഇടുന്നു ഇതിനോട് ചേരുന്നവരെല്ലാം 500 രൂപ വെച്ച് ഓരോ ലോട്ടറി എടുക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ലാഭം ലോട്ടറി എടുത്തിട്ട് ഇത് നമ്മളൊരു ഓഹരി കച്ചവടമാണല്ലോ അപ്പൊ ഇതിനകത്ത് ആർക്ക് ഭാഗ്യമുണ്ടെങ്കിലും ആർക്ക് ലോട്ടറി അടിച്ചാലും ഈ നമ്മുടെ കൂട്ടായ്മയിൽ എത്ര പേരുണ്ടോ അത്രയും പേര് വീച്ചെടുക്കും മനസ്സിലായി ആരൊക്കെ കൂട്ടി ഇത് പരിപാടി ചെയ്യാൻ പോണത് ഞാന് പച്ചമ്പി തങ്കഞ്ചേട്ടത്തി ഇവിടുന്ന് തന്നെ 1500 3 പേരായില്ലേ നമ്മൾ 3 പേര് ലോട്ടറി എടുത്തെന്ന് വെച്ചോ ചിലപ്പോൾ ഭാഗ്യം എൻ്റെ കൂടെ ആയിരിക്കാം ചിലപ്പോൾ തങ്കഞ്ചേട്ടത്തിൻ്റെ കൂടെ ആയിരിക്കാം ചിലപ്പോൾ മച്ചമ്പിയുടെ കൂടെ ആയിരിക്കാം മച്ചമ്പിയുടെ ഭാഗ്യം കൊണ്ട് മച്ചമ്പി ലോട്ടറി എടുക്കുമ്പോൾ അത് 3 ആയിട്ട് വീതിക്കും എനിക്കാണ് ലോട്ടറി അടിച്ചതെങ്കിൽ അത് 3 ആയിട്ട് വീതിക്കും പാടി വിളിച്ചേ ഒഴിവാക്കി വിടണ്ടല്ലോ
തങ്കച്ചേട്ടത്തിക്ക് മനസ്സിലായില്ല? മനസ്സിലായി ഇതേ വരുന്നത്. അപ്പം ഈ പറഞ്ഞ മാതിരി 500 രൂപയ്ക്ക് ആൾക്ക് ഓരോ ലോട്ടറിയാണ്. പ്രൈസ് എത്ര രൂപയുടെ? 25 കോടി മെഗാ ബമ്പർ. 25 കിട്ടൂലല്ലോ. 25 കോടി അടിച്ചു കഴിഞ്ഞാൽ ടാക്സ് കഴിഞ്ഞിട്ട് 15 കോടി കൂട്ടും. 15? 25 കോടി അടിച്ചാൽ നമ്മൾ 3 പേര് 15 കോടി, ആൾക്ക് 5 കോടി പോരെ. വരും തലമുറ, അത് കഴിഞ്ഞുള്ള തലമുറ എല്ലാരും ലാവിഷായിട്ട് ജീവിക്കും. അപ്പോ ആർക്കടിച്ചാലും തുല്യമായിട്ട് വീതിക്കും. ഉറപ്പാണ്. ഉറപ്പൊരു മാറ്റമില്ല. എന്റെ വീതം തങ്കമണി. കൊള്ളാല്ലേ? അപ്പൊ തങ്കഞ്ഞേട്ടത്തിന് 500 കിട്ടി, അവിടുത്തെ 500 കിട്ടി. അപ്പൊ നമ്മുടെ ഈ വീട്ടിൽ നിന്നുള്ള 1000 രൂപ സെറ്റ്. 1000 ഈ വീട്ടിൽ നിന്ന് അതെങ്ങനെ ശരിയാവും? 1500 അല്ലേ? 1500 എന്ന് പറഞ്ഞാൽ ഞാന് നീ നമ്മള് 3 പേര്. അപ്പൊ 1000 നീ നേരത്തെ പറഞ്ഞില്ലേ 1500? അല്ല, ഞാൻ നടത്തിപ്പുകാരനല്ലേ, നടത്തിപ്പുകാരൻ പൈസ എടുത്തില്ല. ഓ, അപ്പൊ കൈ നനയാതെ മറ്റേ നത്ത പിടിക്കാന്ന് പറയണത്. ഇപ്പൊ ഉദാഹരണം തങ്കച്ചേട്ടത്തി ചിട്ടിക്ക് പോയ കഴിഞ്ഞാൽ ചിട്ടി ഇടുന്ന ഒരു നോക്കൂലി അങ്ങ് എടുക്കത്തില്ലേ, അതേപോലെ എന്റെ 500 നോക്കൂലിയായിട്ട് കണ്ടാ മതി. 10 പൈസ ഇല്ലാതെ ഇവന് നല്ല ലാഭം കിട്ടും. ഈ ബുദ്ധി അങ്ങോട്ട് നാസക്ക് കൊടുത്താണ്ടല്ലോ, ചൊവ്വയിലെ ഒരു ലോട്ടറി കച്ചവടം നടത്തും, അറിയാവോ? അമ്മാര് താനാ. അപ്പൊ 500 എന്റെ തരാം. ഇത്തിരി പൈസ വരാണ്ട് വന്നിട്ട് തരാം. ഈ വരാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഈ ഓണം മെമ്പർ അടിച്ചിട്ട് സർക്കാർ തരുന്ന ആ പൈസ നോക്കിയിരിക്കുന്നു. അല്ലടാ, അല്ലാതെ പാർട്ടി ഫണ്ട് അതിനൊക്കെ എനിക്ക് കുറച്ച് വരാം. ഇതിനകത്ത് കടം പരിപാടി ഇല്ല തങ്കച്ചേട്ടൻ. അവർ ഇല്ലാഞ്ഞിട്ട് അവർ അന്നേരം എടുത്തു തന്നു. ഇതിനകത്ത് കടം പരിപാടി ഇല്ല. തരാം. ഇതിപ്പോ നീ ഇപ്പൊ നമ്മള് 3 പേരേ ഉള്ളു, അതിന് അപ്പുറത്ത് അവരൊക്കെ ഉണ്ടാ, അത് ചോദിച്ചാ അത് ഉണ്ടാ? അമ്മാവനോടൊന്ന് പറ. അമ്മാവൻ തരും. അമ്മാവനോട് ചോദിക്കാം. അമ്മാവി കനകമച്ചമ്പോടും ചോദിക്കാം. ലില്ലിപ്പെണ്ണ്. അപ്പൊ അവര് 4 4 2 6 ആള് കൂടട്ടെ. 6 പേര്. പക്ഷെ വീതിക്കുമ്പോ 7 പേര് കോർഡിനേറ്റർ. അത് ഭയങ്കര ഐഡിയ ആയിപ്പോയി. എന്തെങ്കിലും ആവട്ടെ. പക്ഷെ പൈസ എന്ന് തരണം, കാര്യം ലാസ്റ്റ് ഡേറ്റ് അടുത്തോണ്ട്. തരാം, വൈകുന്നേരത്തിനകത്ത് തരാം. സമാധാനമായിട്ടിരിക്കും. ശരി. അപ്പോഴേ അമ്മാവനെ ഒന്ന് ഡയൽ ചെയ്ത്, എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കും. കാര്യം പറയട്ടെ, ഡയൽ ചെയ്ത് കൊടുക്ക്. ഇന്ന് തരണേ. പോവാൻ നേരത്തെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം ലോട്ടറി എടുക്കാൻ കേട്ടോ. പൈസ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന് ഭാഗ്യം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വരും. അത് അത്രേ ഉള്ളൂ. അമ്മാവാ എവിടേക്കാ? അല്ല, ഇതിപ്പോ എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു, ഞാൻ ഓൾറെഡി ഒരെണ്ണത് ചേർന്നതാണ്. നമ്മുടെ സ്റ്റേഷനിൽ ഇതുപോലെ ഒരു 3 പേര് ചേർന്നിട്ടുണ്ട് ഒരു സംഭവം ഉണ്ട്. സ്റ്റേഷനിൽ കൂടെ ചേർന്ന് വെച്ചാൽ പലയിടത്തു നിന്നുള്ളതല്ലേ. ഇത് നമ്മൾ കുടുംബക്കാർ മാത്രം. അതായത് ഈ കുടുംബത്തിന് ആർക്കെങ്കിലും തലേ ഒരു ഭാഗ്യരാശി കിടപ്പുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യത്തില്ല പറ്റമ്പി. അവനെ സ്വന്തമായിട്ട് കിടത്താ പോലും, എന്തിനാ എല്ലാവരും കൂട്ടി പിടിക്കണത്? അല്ല, അത് എന്റെ ഐഡിയ, എന്റെ തലേ വരുന്ന ഐഡിയ ആണ്. തങ്കം ചേട്ടത്തി 500 ഓൾറെഡി തന്നു കഴിഞ്ഞു. ക്ലീറ്റോ മച്ചമ്പി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മാവൻ എവിടെയോ പാലുകാച്ചി നിൽക്കുക, പാലുകാച്ചിന് തിരിച്ച് ഇതിലേ വരുമ്പോ അമ്മാവന്റെ അമ്മായിയുടെയും പൈസ ഇപ്പൊ കൊണ്ടുതരും. ആരമ്മാവൻ? 500 1000 രൂപ. ഇത് നിസ്സാര പ്രോജക്റ്റ് അല്ലേ, ഇത് ചില്ലറ രൂപയുടെ കളിയാ. 10,3500 അങ്ങോട്ട് ഇടുമ്പോ കോടികളാന്ന് വന്ന് പറയാ പോന്നെ. കാണാൻ മച്ചമ്മ 500 രൂപ. ലില്ലിപ്പെണ്ണ ഞാൻ ജാക്കറ്റ് 500 പഠിക്കും. ലില്ലി പോയി ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കുന്നു. അത് ഞാൻ വിളിച്ചു പഠിച്ചോ. അവൾ എന്റെ പറഞ്ഞോ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൈ വെച്ചിട്ടാണോ കാര്യങ്ങൾ കൃത്യമായിട്ട് അവള് പറയുമ്പോ നമ്മൾ ഒരു കാര്യം സംസാരിക്കുന്നത് മുഖതാവിൽ സംസാരിക്കണം അല്ലേ? അവള് പറഞ്ഞു, അവൻ പറഞ്ഞു, അതാവുമ്പോ കുഴപ്പമാണ്. അല്ല, ഇത് കറക്റ്റ് ആണ്. ഇതിപ്പോ നീ ഞാൻ സംസാരിച്ചു, ലില്ലിയോട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ. പക്ഷെ എനിക്ക് കൂടുതൽ ബോധ്യപ്പെടാനായിട്ട് നമ്മൾ സംസാരിച്ചത്. 500 ലില്ലിയുടെ 500 1000 കൊടുക്കുകയാണ്. ഞാൻ കൊടുത്തു. കൊടുത്തല്ലേ? മച്ചമ്പി, തങ്കം ചേട്ടത്തി, അമ്മാവൻ, അമ്മായി, കനക മച്ചമ്പി, ലില്ലിപ്പെണ്ണ്, ഞാൻ മൊത്തം 7 പേര്. അപ്പൊ 7 പേര് ചേർന്ന് 6 ലോട്ടറി എടുക്കും. 6 ലോട്ടറി 500 രൂപ കമ്മീഷൻ. അത് ഞാൻ കേട്ടു. 6 ലോട്ടറി എടുക്കും. 6 ലോട്ടറി നമ്മള് ആർക്കടിച്ചാലും അത് തുല്യമായിട്ട് വീതിക്കും. 7 ആയിട്ട് വിഭജിക്കും. 7 ആയിട്ട്. അപ്പൊ അതാണ് കറണ്ട് അല്ലേ? ഇല്ലല്ലേ? നോക്കൂലി പരിപാടിയായിരുന്നെങ്കിൽ എനിക്കും അറിയാം ഈ നോക്കൂലിയൊക്കെ ഇത് നടത്താനൊക്കെ. അല്ല, പോട്ടെ അവന്റെ പോട്ടെ. മൂട്ടിക്കുന്ന ചീരയാണ് സാറേ ഞാൻ. വെള്ളം എന്റെ ദേഹത്ത് വീണോട്ടെ. ഇത് ചീരയല്ല, ഇത് അതിനേക്കാളും വലിയ മുട്ട വാഴയാണത്. അല്ല, പക്ഷെ വേറൊരു കേസ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഈ പറഞ്ഞ കണക്ക് 6 ലോട്ടറി എടുക്കുന്നു. ആൾക്ക് 500 വെച്ച് ഇപ്പൊ 6 30 3000 രൂപ. 3000 രൂപ നമ്മൾ 6 ലോട്ടറി എടുക്കുന്നു. ആർക്കടിച്ചാലും 7 ആയിട്ട് ഭാഗിക്കണം അല്ലേ? അതെ, അതിൽ മാറ്റൊന്നുമില്ലല്ലോ. ഒരു മാറ്റമില്ല. 500 600 700 800 900 1000. പിന്നെ വേറൊരു കാര്യം, അല്ലെ, നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു പ്രത്യേക പൈസയുടെ കാര്യമാണല്ലോ. ഒരു മുദ്രപത്രത്തിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. 6 ലോട്ടറികൾ നമ്മൾ എടുത്തു. 6 ലോട്ടറിയുടെയും നമ്പറുകൾ 1 2 3 4 5 6 അങ്ങനെ. അതിനുശേഷം അതിനെ നമ്മൾ ഒരുപോലെ വീതിക്കുന്നു. 7 ആയിട്ട് വീതിച്ച് കൊള്ളാം. ഈ ലോട്ടറി അടിക്കുന്ന ക്രമത്തിൽ എത്ര രൂപയാണ് അടിക്കുന്നത് അത്രയാണ്. 1 ലക്ഷം രൂപ അടിച്ചാലും അതിനെ 7 ആയിട്ട് വിഭജിക്കും. അത് ഞാൻ വാട്സാപ്പിൽ ഒരു സാധനം ടൈപ്പ് ചെയ്തിട്ടുണ്ട്.
എടാ അത് പൈസയുടെ കാര്യമല്ലേ, പൈസയുടെ കാര്യത്തിൽ കണക്ക് വേണ്ടേ? ഞങ്ങള് പറ്റിക്കൂന്ന് വിചാരിച്ചാ? അതല്ല ഇത് പൈസയുടെ കാര്യം പറഞ്ഞൊരു ഇത് പ്രശ്നം ഉണ്ടാവും. അന്യന്മാരൊന്നും അല്ലല്ലോ. എടി, ഒരു മുദ്രപത്രത്തിൽ ഒപ്പിടുന്നതിൽ ഇപ്പൊ എന്താടി കുഴപ്പം? ഇപ്പൊ തന്നെ പലരും തന്നിട്ടില്ല പൈസ. അത് ശരി. അപ്പൊ എന്നെ ഉദ്ദേശിച്ചാണ് മുദ്രപത്രവും നീ പറഞ്ഞത് അല്ലേ? അളിയൻ അങ്ങനെയല്ല. ഇപ്പൊ നീ 500 രൂപയുടെ കാര്യമല്ലടാ ഉള്ളു. വേണ്ടടാ, ഞാൻ ഇല്ലടാ ഇതില്. അല്ല മച്ചമ്മ 4 മണിക്ക് തരാന്ന് ഓ, പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു മുദ്രപത്രം നീ പിന്നെ നീ എന്ത് അത് എന്നെ വെച്ച് പറഞ്ഞു? ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ നീ നിന്റെ പറച്ചില് ഇപ്പൊ തന്നെ ഒരാൾ തന്നിട്ടില്ല, പിന്നെ അങ്ങനെ ഇങ്ങനെ അതറിയാതെ വായിന്നു. ഞാൻ അതല്ല, എനിക്ക് ഇത്ര നീ അല്ല, നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പറ്റിപ്പാണെന്നാണ് നീ പറഞ്ഞു പറഞ്ഞത്. പറ്റിക്കപ്പെടാതെ എന്തായാലും ഒരു മുദ്രപത്രം വെച്ച സംസാരം അത് തന്നെ. അത് മോശമാണ്. ആഴിക്ക് 40 തൊട്ട് ആങ്ങളാ എല്ലാ ദിവസവും കാണുന്ന സ്റ്റേഷനിൽ നമ്മൾ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. എടേ പ്രൈസ് അടിച്ചാൽ മുഴുവൻ നീ എടുത്തോടെ, ഞങ്ങൾക്ക് വേണ്ടേ? സ്റ്റേഷനിൽ നമ്മൾ സ്റ്റേഷനിലെ പോലീസുകാര് നിന്റെ കൂടപ്പറപ്പൊന്നും അല്ലല്ലോ. അത് അന്യ വീട്ടുകാരില്ല, ഇത് സ്വന്തം കുടുംബമല്ലേ. എന്ത് കൂടെ പുറപ്പെടി, നിനക്കേ ഉള്ളൂ അതൊക്കെ, അവൻ അങ്ങനെ ഇല്ല. എടാ, ഞാൻ ഒരു കാര്യം ഞാൻ വളരെ ഇതായിട്ട് പറയണത്, ഇതിപ്പോ ഈ നാട്ടിൽ എല്ലാ ദിവസവും സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ എന്തെല്ലാം അച്ഛനും അമ്മയും തമ്മിലാണ് പ്രശ്നം, ശരി. മക്കൾ തമ്മിൽ പ്രശ്നം, ശരിയെടാ, സഹോദരങ്ങൾ പ്രശ്നം. ശരി. 1 രൂപയ്ക്ക് വേണ്ടി. ആയിക്കോട്ടെ ക്ലീറ്റോ, അവനിപ്പോ നമ്മളാരെയും വിശ്വാസം ഇല്ല, അവൻ അങ്ങനെ അതാണല്ലോ വിശ്വാസം ഇല്ലാത്ത ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നാട്ടു നടപ്പാണ് പറഞ്ഞത്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ തമ്മിൽ തല്ലണത്? പൈസ ഒരു പ്രശ്നമാണ്. പൈസ വരുമ്പോ കനക ഇനി അതിനെ പറ്റി പറയണ്ട. എന്റെ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും മുദ്രപത്രം മേടിച്ചോണ്ട് വരാം. ആയിക്കോട്ടെ, ലാസ്റ്റ് ഇനി ഇവിടെ ലോട്ടറി എടുപ്പോലെ ഒരു കൂട്ടുപരിപാടിക്ക് എന്നെ വിളിക്കരുത്. ഇമ്മാരത്തരത്തിന് കേട്ടാ. ഇത് പറഞ്ഞ് മനസ്സിലാകാത്ത കുറെ കൂട്ടങ്ങള് ഞാൻ വിളിച്ചു പറഞ്ഞോളാം, അമ്മ കൊണ്ടുവരും. ആ ലോട്ടറി പുല്ലന്റെ അഗ്രിമെന്റ് വെക്കണം. അഗ്രിമെന്റ് വെക്കാം, അമ്മ വിളിച്ചോണ്ട് വരും. അതിന്റെ പേര് തർക്കം വേണ്ട. എല്ലാവർക്കും ലോട്ടറി കടയുടെ നമ്പര് ആർക്കും മനസ്സിലാകാതായിരുന്നാണ്. എടാ ചീമ്പ അങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ ലോട്ടറി അടിക്കുന്നവർ കയ്യിൽ നിന്ന് ഫുള്ളായിട്ട് ലോട്ടറി മേടിച്ചിട്ട് ആ ലോട്ടറിക്ക് പറഞ്ഞിരിക്കുന്ന ഫുള്ള് പൈസ കൊടുക്കുന്ന ടീമുകളുണ്ട്. അതപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട, അവർക്ക് ഫുള്ള് പൈസ കിട്ടും. ഇപ്പം നിനക്ക് 10 കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് 10 കോടി അവർ നീ ലോട്ടറി അവർക്ക് കൊടുത്തോണം. ഏതാ അവരുടെ കയ്യിലുള്ള ബ്ലാക്ക് മണി വൈച്ചാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നീ അതുകൊണ്ട് ആ സായിപ്പ് കുന്നാലും മില്ല് നടത്തുന്ന പീതാംബര സാറിനെ പോയി കാണണം. പുള്ളിക്ക് അതിൽ ഏർപ്പാടുണ്ടെന്ന്. എടാ ഇറച്ചിക്കടത്തുന്ന അദ്രുമാൻ ഇതേപോലെ 1 ലക്ഷത്തിന് ലോട്ടറി അടിച്ചപ്പോൾ അങ്ങനെയാണ് മേടിച്ചത്. അങ്ങനെ പല ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെ 25 കോടി രൂപ അടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോട്ടറി എടുത്ത് അങ്ങനെ 25 കോടിയും തരും. ഇത് നേരെ സർക്കാരിലോട്ട് പോയി കഴിഞ്ഞാൽ 10-15 കിട്ടത്തുള്ളൂ. പിന്നെ എന്തൊക്കെയോ ടാക്സ് പിടിക്കും. പറഞ്ഞ മനസ്സിലായില്ല? ഇത് ഫുള്ള് പൈസ കിട്ടും. നിനക്ക് മാന്യമായൊരു കമ്മീഷൻ ഞാൻ മേടിച്ചെന്നിരിക്കും. അത് റൊണാൾഡിൻ്റെ വാക്ക്. ഓ നീ പുള്ളിയായിട്ടൊന്ന് സംസാരിക്കും. അങ്ങനെ ഉണ്ട് ലോട്ടറി ടിക്കറ്റ് അടിക്കുന്ന സമയം നമ്മൾ ആരോടും പറയാതെ ഏജൻസിക്കാരായിട്ട് ഒരു ചെറിയ ടൈപ്പ് വെച്ചിട്ട് ലോട്ടറി അങ്ങേർക്ക് കൊടുക്കും. അങ്ങേരത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കോട്ടെ, നമുക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. എടാ ഉണ്ട്, നീ പോയി ധൈര്യമായിട്ട് സംസാരിച്ചോ. ആ അറിയാവുന്ന ടീമാന്ന് തന്നെ പറഞ്ഞോ. നേരത്തെ റൂമിൽ കയറിയിരിക്കും. ഞാനേ ആ ലോട്ടറിയുടെ അതിനകത്ത് ടാക്സി വെട്ടിക്കാതെ അത് എങ്ങനെ കച്ചവടമാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നതാ. പൈസ ബാക്കി കാര്യങ്ങളൊക്കെ ചരടുകളിലെല്ലാം ഞാൻ നടത്തി. പൈസ കിട്ടിയിട്ടില്ല. ഞാൻ AC കൊണ്ട് തന്നെ വന്നേക്കണേ. എവിടെ കണ്ട് കയറി മിനിങ്ങല്ലേ. ഇന്നൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ലോട്ടറി അടിച്ചാൽ നമ്മളങ്ങ് പറക്കും. ദുബായിൽ സ്കോച്ചല്ലേ ദുബായ് പറക്കുന്നവരുണ്ടോ? എൻ്റെ ഗിരിജയുടെ 2 ടിക്കറ്റ്. 500 എത്ര ടിക്കറ്റായി നമ്മുടെ കുടുംബത്തില്? ഇപ്പൊ നമ്മൾ മൊത്തം 7 പേര് 500 രൂപ വെച്ച് 6000 രൂപ. കണക്ക് ശരിയായി. എന്താ ഞാൻ വിളിച്ചപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, നടത്തിപ്പുകാരൻ ഞാനാണ്. എനിക്ക് എന്നെ നടത്തിപ്പുകാരൻ. നീ 7 പേര് ആയിരുന്നു പറഞ്ഞപ്പോ കണക്ക് തെറ്റിയാ. അതിൽ ഒരാൾ സൈലന്റ് അവിടെ. എഗ്രിമെന്റ് പേപ്പർ എഗ്രിമെന്റ് പേപ്പർ എന്ത്? ഞാൻ വിളിച്ചപ്പോ പറഞ്ഞില്ല ഇങ്ങോട്ട് വരുമ്പോ 200 രൂപ പത്രം മേടിച്ചോണ്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല അവിടെ നിങ്ങളുടെ ജംഗ്ഷനിൽ കടയുണ്ടടാ, ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ പത്രം ഇട് കനമച്ചപ്പിക്ക് എഴുതി ഇത് സ്നാട്ട് ചെയ്യണം. എഗ്രിമെന്റ് പേപ്പർ വേണമെന്ന് നീ തമാശ പറയാന്ന് എഴുതി ഞാൻ മേടിച്ചില്ല. എഗ്രിമെന്റ് പേപ്പറിന് ആരെങ്കിലും തമാശ പറയുമോ? മുദ്രപത്രം അത് എന്തിനു തമാശ പറയുന്നത്? അല്ല, എന്തിനിപ്പോ എഗ്രിമെന്റ് പേപ്പർ? കനകമച്ചമ്പി ലില്ലിപ്പെണ്ണിൻ്റെ കൂടെ ചേർത്ത് 1000 രൂപ തന്നു. 1000 രൂപ എന്നിട്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞത്
ഇതിനകത്ത് മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് എഴുതിയിട്ട് എല്ലാവരും സൈൻ ചെയ്യണം. എന്തിന്? എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അടിക്കുമ്പോൾ പിന്നെ അതിനോട് ധാരണ പൈസ ഉണ്ടായിരിക്കരുത്. ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടിയിട്ട് ഒരു നല്ല കാര്യത്തിന് ഒരുമിച്ച് ടിക്കറ്റുകൾ എടുത്തിട്ടായിരുന്നു പ്രൈസ് കിട്ടിയ ഡിവൈഡ് ചെയ്ത് എടുക്കണമെന്ന് പറയുമ്പോൾ അതിന് മുദ്രപത്രം എന്തിനാ? വിശ്വാസമല്ലേ, നമ്മളൊരു കുടുംബല്ലേ. വിശ്വാസം അതില്ല പുള്ളിക്കാരന്. എന്തപ്പോ അവൻ പറഞ്ഞു? മച്ചമ്പി പറഞ്ഞത് പൈസയുടെ ഏർപ്പാടാണ്, പിന്നീട് ഒരു ധാരണ പൈസ ഉണ്ടാകും, അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് എഴുതി സൈൻ ചെയ്യണം. ആര് പ്രശ്നം ഉണ്ടാക്കും? പ്രശ്നം കനകമച്ചമ്പിയല്ല. ഓ, കനകമച്ചമ്പിയാണ് ഈ ഒരു ഡീലിനെ കുറിച്ച് പറഞ്ഞത്. ക്ലീറ്റമച്ചമ്പി എടുത്ത് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല, തങ്കഞ്ചേട്ടത്തി പറഞ്ഞില്ല, അമ്മാനോട് പറഞ്ഞ അമ്മാനും ഒന്നും പറഞ്ഞില്ല. എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പോയില്ല, മനസ്സിലായില്ല. കനകമച്ചമ്പി പറഞ്ഞു ഇങ്ങനൊരു സാധനം ഉണ്ട്, മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് എഴുതി സൈൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക്. അത് ആരെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലല്ലേ റൊണാൾഡോ? അത് നമ്മളൊരു കുടുംബല്ലേ, പിന്നെ എന്തിനത്? ആരൊരു കുടുംബം? കുടുംബം എന്ന് പറയുന്നത് അവര്, നമ്മൾ ഔട്ട്സൈഡേഴ്സ് ആണ്. മനസ്സിലായില്ല. ഞാനും മാമനും മാമിയൊക്കെ പുറത്തുള്ളവരാ. കുടുംബം എന്ന് പറയുന്നത് അവർ ആങ്ങളെ പെങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ കുഞ്ഞുങ്ങള്. നമ്മൾ ഔട്ട്സൈഡേഴ്സ് ആണ്, നമ്മൾ വേറെ കുടുംബത്തിൽ നിന്ന് വന്നവര്. അപ്പൊ നമ്മളെയാണ് വിശ്വാസം ഇല്ലാത്തത്. എനിക്കങ്ങനെയാണ് പുള്ളിയുടെ വർത്തിൽ അന്ന് കിട്ടിയത്. അവര് ആങ്ങളും പെങ്ങളും അളിയനും കുട്ടികളൊക്കെ ഒരു കുടുംബം, ഈ വീട്ടിലുള്ളവരും ഒരുമിച്ച്. ഞാനും ഗിരിജിയും പുറത്ത്, നീയും പുറത്ത്. അതങ്ങനെ ആണല്ലോ. അപ്പൊ നമ്മൾ പുറമ്പോക്ക്. നീ പറഞ്ഞെന്താ വാക്ക്? സഡേഷ് എന്ന് പറഞ്ഞാൽ പുറമ്പോക്കളിൽ വരും. അങ്ങനെ ആയിരിക്കും പുള്ളി കണ്ടേക്കുന്നത്. അതുകൊണ്ടാണ് അവൻ എഗ്രിമെന്റ് വേണമെന്ന് പറഞ്ഞില്ല. എന്റെ കയ്യില് വാതവളെ. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അപ്പോ പോലീസുകാരുണ്ടോ അവിടെ? അവിടെ ഉണ്ട്. നന്ദി വേണം. മനുഷ്യനായാൽ നന്ദി വേണം. എന്താ പറഞ്ഞത്? നമ്മൾ രണ്ടാളും പുറമ്പോക്കുകൾ. അതിന്റെ ഇംഗ്ലീഷ് എന്താ? ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡ്. ഇല്ലേ ഇല്ലേ? എവിടെ നിന്റെ പോലീസുകാരൻ? എവിടെ? ഇല്ലേ? ആരും കാണാനല്ലോ. നല്ല ഉറക്ക. സാറേ, സാറേ, കനകൻ സാറേ, സാറേ. എന്താ വിളിച്ച്? അമ്മാവനോ? ഞാൻ ഞാൻ നിന്റെ അമ്മാവൻ വാ. അപ്പൊ എന്റെ ഭാര്യ എന്റെ ആരാ? ആരാ ഭാര്യ? എന്റെ ഭാര്യ? എന്റെ ഭാര്യ നിന്റെ ആരാ? അമ്മാവ്. അയ്യോ, റൊണാൾഡ് നിന്റെ ആരാ? റൊണാൾഡ് നിന്റെ ആരാ? ചോദിച്ചാൽ ഉത്തരം പറ. അതിനേക്കാളുമ്പോ ക്ലീറ്റ ചോദിക്കും. ക്ലീറ്റ എന്റെ അളിയെ, അളിയനാണ്. പക്ഷെ അങ്ങനെയൊന്നല്ലോ ഞാൻ അറിഞ്ഞത്. അമ്മാവനാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ അറിഞ്ഞത്. അല്ല, എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല. അമ്മാവന് സംശയം ഉണ്ടെങ്കിൽ പിന്നെ അമ്മാവൻ എന്നോടാണ് ചോദിക്കേണ്ടത്. എനിക്കല്ല സംശയം. പിന്നെ സംശയം നിനക്കാ. ഞാൻ അമ്മാവനോട് പറഞ്ഞു. കുടുംബത്തിൽ നല്ല കാര്യം വരുമ്പോഴോ, സമ്പത്ത് വരുമ്പോഴോ, എവിടെ നടിച്ച് കൂട്ടായിട്ട് വരുമ്പോഴോ ഞാനും എൻ്റെ ഭാര്യയും റൊണാൾഡും എന്താ ഇതിനൊരു ഇംഗ്ലീഷ് വാക്കുണ്ടല്ലോടാ അതിന്. എന്താ അത്? റിലേറ്റീവ്സ്. ഔട്ടോ പുട്ടോ മൊത്തം ഔട്ടായിട്ടൊക്കെയാണല്ലേ? അല്ല, നീ പറഞ്ഞത് നീ അങ്ങനെ ഇതാവല്ലേ. അതെ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിനും ഇല്ല. ഞാന് ടിക്കറ്റ് എടുക്കാനും ഇല്ല, ഒരു കാര്യത്തിനും ഇല്ല. പക്ഷെ നീ പറഞ്ഞില്ല എന്താ സാധനം? കുളിച്ചിട്ട് വരുമ്പോ ശരിയാവും. നീ പറഞ്ഞ ഇംഗ്ലീഷ് വാക്ക് എന്താന്ന് ഞാൻ അറിയണം. എനിക്ക് എന്നെ കൂടെ അടിച്ചെന്തിന്? നീ വാ. ഞാൻ ഇവിടെ എന്നെ നീ ചൊറിഞ്ഞു വരില്ലേ? എനിക്ക് ദേഷ്യം വരും. ഇടുവാ. എവിടെ? ഞാനും നീ പറഞ്ഞ വാക്കുണ്ട്. ആ വാക്ക് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. വാ, ഇങ്ങോട്ട് വാ. ശരി. ഓ, അതിന്റെ പിന്നെ വേറെ ആളുണ്ടല്ലേ? റൊണാൾഡേ, ഇടുവാ.
ആ? നീ നേരത്തെ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഒരു ഇംഗ്ലീഷ് വാക്ക്. എന്താ സാധനം? ഏ, എന്താ സാധനം? അത് എന്താടാ നീ പറഞ്ഞ ഇംഗ്ലീഷ് വാക്ക്? എന്താ ഔട്ട്സൈഡേഴ്സ്, ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പുറത്തുള്ളവൻ. പുറമ്പോക്ക്, അല്ലേ? പുറത്തുള്ള പുറത്തുള്ളവൻ അല്ലേ? അങ്ങനെ വായ തുറന്നു പറയടാ, പുറത്തുള്ളവരെന്നല്ലേ? അങ്ങനെ കണ്ടൊക്കെയാ. പുറത്തുള്ളവർ. ഞങ്ങൾ എന്നാണ് അതിന്റെ പുറത്തുള്ളവരായത്? ഏ? ഞാനും ഗിരിജി ഈ റൊണാൾഡോ എന്നാണ് ഈ വീടിന്റെ പുറത്തുള്ളവരായത്? കുടുംബത്തിനൊരു നല്ല കാര്യം വരട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ, ഈ കുടുംബത്തിലൊരു അംഗാന്ന് കരുതിയിട്ട് ഞാനും ഗിരിജി ഇവനും പങ്കെടുക്കുമ്പോ ഞങ്ങൾ എന്നാടാ പുറത്തുള്ള ആൾക്കാരായി? ആ, നിങ്ങൾ രണ്ടുപേരും കുടുംബത്തിൽ ഒന്നുള്ളവര്. എവിടെ അവനെവിടെ? ക്ലീറ്റോ, അവന് വിളിക്കേ ക്ലീറ്റോ. എന്നാടാ ഞങ്ങള് പുറമ്പോക്കായത്? എന്താ ഞങ്ങള് പുറമ്പോക്കായത്? നല്ല കാര്യല്ലേ? ഓണത്തിന് ബമ്പർ ടിക്കറ്റ് എല്ലാവരും എടുക്കുന്നു. ഈ കുടുംബത്തിൽ എല്ലാവരും ഓരോരോ ടിക്കറ്റ് എടുത്തിട്ട് അതിലേതെങ്കിലും ഒരു ടിക്കറ്റിന്റെ പ്രൈസ് കിട്ടിയിട്ട് ഈ കുടുംബത്തിൽ എല്ലാവരും സന്തോഷമായി കഴിയാൻ വേണ്ടിയിട്ട് ഈ കുടുംബത്തിലൊരാളാന്ന് കരുതിയിട്ടല്ലേ ഞാനും ഗിരിജി റൊണാൾഡോ നിങ്ങളുടെ കൂടെ കൂടി ടിക്കറ്റ് എടുത്തു. അപ്പൊ ഞങ്ങൾ പുറമ്പോക്ക്. എന്റെ ചേച്ചിയുടെ അളിയന്റെ കൂടെ ജീവിതം ഒരുപാട് തള്ളി നീ കുട്ടിയായപ്പോൾ നിങ്ങള് സ്കൂളിലെ മുട്ടായില്ലേ? നിങ്ങക്ക് കടലമുട്ടായി വാങ്ങി തന്നിട്ടില്ലേ? നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കിയില്ലേ? കല്യാണത്തലേന്ന് നീ എന്റെ കൂടെ പോയപ്പോ ഈ വീട്ടുകാർ ഒരുമിക്കുന്നവരെ നിങ്ങളെ ഒറ്റയ്ക്ക് കൊണ്ട് നോക്കിയില്ലേ? നിങ്ങളുടെ കുട്ടികളുണ്ടായപ്പോ എന്റെ പേരക്കുട്ടികളെ പോലെ ഞാൻ അവരെ നോക്കിയില്ലേ? എന്റെ ഗിരിജയേക്കാൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചില്ലേ? എന്നിട്ട് ഞാനും ഗിരിജി ഇവനും പുറത്തുള്ളവരും. ഇത് ആരാ പറഞ്ഞത് പുറത്തുള്ളന്ന്? ആരാ പറഞ്ഞത് പുറത്തുള്ളന്ന്? ഇവര് പറഞ്ഞു. എന്നെ നോക്കണ നിന്റെ ഞാൻ പറഞ്ഞാടാ? ഞാൻ വല്ല പറഞ്ഞ അമ്മാവാ? അവനല്ലടാ, റൊണാൾഡോ പറഞ്ഞു. അതുകൊണ്ടല്ലേ നീ മുദ്ര പേപ്പറിലെ ഒപ്പിടണമെന്ന് പറഞ്ഞു. ഞങ്ങളെ വിശ്വാസമില്ലാത്തോണ്ട് അമ്മാവനും അമ്മായും പുറത്തുള്ളവരാണ് ഞാൻ പറഞ്ഞ. പുറത്തുള്ളവരാന്ന് പറഞ്ഞില്ല, പിന്നെ മുദ്രപത്രത്തിൽ ഒപ്പിടണമെന്ന് നിങ്ങൾ എല്ലാരും കേട്ടല്ലേ? ഞാൻ പറഞ്ഞോട്ടെ. അപ്പം മുദ്രപത്രത്തിൽ ഒപ്പിടണമെന്ന് പറഞ്ഞപ്പം വിശ്വാസം ഇല്ലാത്തോണ്ടായിരിക്കും. നിങ്ങൾ മൂന്നുപേര് മാത്രം ഒപ്പിടാനല്ലേ പറഞ്ഞത്? എല്ലാരും ഒപ്പിടണമെന്നല്ലേ പറഞ്ഞത്? അവനോട് രക്ഷപ്പെടണ്ട. എല്ലാവരും ഒപ്പിടാൻ പറഞ്ഞാലും നിങ്ങൾ ആങ്ങളും പെങ്ങളും അളിയന്മാരും കുട്ടികളും ചേച്ചൊക്കെ ഈ വീട്ടിലുള്ളവർ. ഞാനും എന്റെ ഗിരിജും വേറെ വീട്ടിലല്ലേ? ഇവൻ സ്വന്തം ഭാര്യനെയും കുട്ടികളെയും ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണ ചക്കരല്ലേ? നമ്മൾ പറഞ്ഞിടുന്നല്ലോ. അല്ല, ഇട്ടിട്ട് വന്നോനല്ലേ അവൻ? അല്ലേ? ആ ഞങ്ങൾ പുറമ്പോക്ക് എന്ന് പറയാൻ പാടും? ഒരു കാര്യം പറ, ഞങ്ങൾ പുറമ്പോക്കാണ്. വിശ്വാസം ഇല്ലാത്തോണ്ട് മുദ്ര പേപ്പറിൽ ഒപ്പിടണം എങ്ങാനും എന്റെ ഗിരിജ അറിഞ്ഞ അവള് ചങ്ക് കുട്ടി ഭരിക്കും. എന്നേക്കാൾ കൂടുതൽ അവള് നിങ്ങളെ സ്നേഹിക്കണ്ടാ. കേട്ടാ, എന്റെ ഗിരിജ വിളിക്കുന്നത് 100 ആയുസ് അവൾക്ക്. അതെ, നീ എന്നെ സംസാരിക്കാവുള്ളൂ. നീ സംസാരിക്കടാ. ഈ കാര്യം അവളോട് നീ എന്നെ സംസാരിക്കും. സംസാരിക്കടാ. അവളുടെ മനസ്സറിയ. അമ്മായി കനകനാണേ. അമ്മ അവിടെ ഉണ്ട്. അമ്മായി ഞാൻ ഈ ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ കേട്ടില്ലായിരുന്നേ. ഒന്നുകൂടെ പറയണേ. ഞങ്ങൾ പുറമ്പോക്ക്. പറഞ്ഞമ്മേ. എല്ലാരും കൂടെ ഷെയർ ഇട്ടിട്ടാണ് ഓണം ബെമ്പർ എടുക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യണം. ഒരു മുദ്രപത്രം വാങ്ങിച്ച് ഓരോരുത്തർക്കും എത്ര വീതം കൊടുക്കുമെന്ന് എഴുതി എല്ലാരെയും കൊണ്ട് ഒപ്പിടിയിച്ചിട്ട് വേണം ഇത് ചെയ്യാന്. കേട്ടോ? ശരി അമ്മായി, അങ്ങനെ ആയിക്കോട്ടെ. ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞോളൂ. ഇതിന് ഓരോരുത്തരായിട്ട് പരാതിരിക്കാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. മനസ്സിലായല്ലോ? ചോദിക്കേണ്ട വല്ല കാര്യവും